നമ്മുടെ ഭൂമിക്ക് മുകളിലായി ഒരു ഭീമൻ കുട. ഇത് സാധാരണ കുട പോലെയല്ല. ഈ കുടയ്ക്ക് ഭൂമിയിലെ സകല ജീവജാലങ്ങളുടെയും ജീവൻ നിലനിർത്താനുള്ള കഴിവുണ്ട്. ആദ്യകാലത്തെ ശാസ്ത്രജ്ഞന്മാരൊക്കെ വിചാരിച്ചിരുന്നത് ഓസോൺ എന്ന് പറയുന്ന വാതകം ആരോഗ്യത്തിന് വളരെ നല്ലതായിരുന്നു. എന്നാൽ പിന്നീടുള്ള കാലങ്ങളിൽ ഇത് ശരിയല്ല എന്ന് തെളിയുകയുണ്ടായി. ഓസോൺ കലർന്ന വായു നാം ശ്വസിക്കുന്നതിലൂടെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലായതോടെ ഓസോൺ എന്നത് ഒരു വില്ലൻ വാതകമായി കണക്കാക്കുവാൻ തുടങ്ങി. അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ എന്ന വാതകത്തിന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അതായത് ഭൂമിയിൽ നിന്നും ഏകദേശം 10 മുതൽ 40 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിൽ ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്ന ഒരു രക്ഷകനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. സ്കിൻ ക്യാൻസർ പോലുള്ള അതിമാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്നും ഭൂമിയിലെ ജീവജാലങ്ങളെ രക്ഷിക്കുക എന്ന വലിയൊരു നന്മയാണ് സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോൺ പാളി ചെയ്യുന്നത്. ആർട്ടിക്, അന്റാർട്ടിക് പ്രദേശങ്ങളിലാണ് ഓസോൺ കൂടുതലായി കാണപ്പെടുന്നത്. ഇതിൽ ആർട്ടിക് ധ്രുവപ്രദേശത്താണ് അന്റാർട്ടിക്കിനേക്കാൾ കൂടുതൽ കനമുള്ള ഓസോൺ പാളി ഉള്ളത്. വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായി ഉണ്ടായ പലതരം രാസവസ്തുക്കൾ അന്തരീക്ഷത്തിന്റെയും പരിസ്ഥിതിയുടെയും സന്തുലിതാവസ്ഥ തകർത്ത 21ാം നൂറ്റാണ്ടിൽ തന്നെയാണ് ഓസോൺ പാളിയും ദുർബലമാകുന്നു എന്ന സത്യം ഗവേഷകർ തിരിച്ചറിഞ്ഞത്. ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ എന്ന വിഭാഗത്തിൽപ്പെട്ട രാസവസ്തുക്കളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരായത്. റെഫ്രിജറേറ്ററുകൾ അടക്കമുള്ള പല ഉപകരണങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന ഈ വാതകത്തിലെ ക്ലോറിൻ സാന്നിധ്യമാണ് പ്രശ്നമെന്ന് കണ്ടെത്തി. അന്തരീക്ഷത്തിലെത്തുന്ന ക്ലോറിൻ വാതക തന്മാത്രകൾ ഓസോണിനെ വിഘടിപ്പിക്കുമെന്നും അതിനുശേഷം അവ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിന്ന് വീണ്ടും അതേ പ്രവർത്തനം തുടരുകയും ചെയ്യും എന്നായിരുന്നു ഗവേഷകരുടെ കണ്ടെത്തൽ. സെപ്റ്റംബറിനാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ആദ്യമായി ഓസോൺ ദിനം ആചരിച്ചത്. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ മാതൃകയായി വയ്ക്കാവുന്ന ദിവസങ്ങളിൽ ഒന്നുകൂടിയാണ് ഓസോൺ ദിനം. The Earth's atmosphere contains 6 layers. The second among them is called as the stratosphere. The stratosphere is also called as the home of mankind because this second layer of the atmosphere contains the ozone layer, which protects us from harmful rays from the sun. The ozone layer is made up of triatomic oxygen molecules which have a pungent smell and a pale blue color. The ozone layer protects us from harmful UV rays and from hazardous gases from the sun. This natural gas plays an important role in the existence of life on the earth because this layer acts as a shield between the earth and the sun. But now the ozone layer is getting thinner and thinner due to various human activities like smoke from automobiles,
smoke from factories, and the excessive vomiting of carbonated smoke from factories. But this depletion is very harmful for the earth because the ozone acts as a sunscreen of the earth's surface by absorbing 98% of ultraviolet radiation. So the UN established a Montreal Protocol in 1987 due to the depletion of ozone, and 24 nations in the world signed the Montreal Protocol by giving restriction to 100 ozone depleting substances like CFC, methane, etc. By this protocol, the UN established a ban for these ozone depleting substances because the depletion of ozone layer causes to the stagnation of plant growth, thus leads to the destruction of herbivores and life on the earth, and it will also causes to severe health problems like eye cataracts, skin cancer, and some immune deficiency disorders. Montreal Protocol gained an enormous success by healing the ozone layer hole. But it's not enough to protect the blanket of our life because it's the duty of each and every person on the earth to protect the blanket. So let's join our hands at this moment to protect the blanket of our life by avoiding the use of private vehicle, preventing smoke, and saying no to chemicals like chlorofluorocarbons and other greenhouse gases like carbon dioxide, methane, etc. So let's take decision at this moment to save the blanket of our life, not for you, not just for your family, but for the whole world, but for the upcoming generation. The Earth has many layers. The ozone layer is situated between the stratosphere and the troposphere. Let's see what is ozone. Ozone is a deep layer in the Earth's atmosphere that containing ozone, which is a naturally occurring molecule containing 3 oxygen atoms. Lower region of the stratosphere containing ozone is called ozonosphere. The ozonosphere is found 15 to 35 kilometers above the surface of the Earth. The ozone layer forms a thick layer in the stratosphere encircling the Earth. The ozone layer protects life on Earth from the strong ultraviolet light that comes from the sun. The ozone layer was discovered in 1913 by French physicists Charles Fabry and Henry Bison. The ozone layer has the capability to absorb almost 97 to 99% of harmful UV radiation that sun emits and which can produce long-term devastating effects on human beings as well as plants and animals. Ultraviolet rays destroy single-cell organisms and aquatic ecosystem. Your skin DNA molecules, UV radiation can break down DNA. And so excessive UV, we have repair mechanisms in our skin that can repair our DNA, but excessive UV can lead to things like skin cancer, cataracts in your eyes. It can suppress your immune system. Essential property of ozone layer is its ability to block solar radiation of wavelength less than 290 nanometers. Ozone layer is important for the life flourish in planet Earth. UV radiations could destroy the organic matter. Plants cannot thrive. This results in food scarcity. It is calculated that every 1% of decrease in ozone results in a 2 to 5% increase in the occurrence of sunburns, cataracts, and suppression of immune system. In 1985, a ozone hole was discovered in Antarctica. The main cause of ozone depletion and ozone hole is manufactured chemicals, especially chlorofluorocarbons, halogens, hydrofluorocarbons. These are referred as ODS or ozone depleting substance. These chemicals are seen in cleaning agents, aerosols, insulating foam, and refrigerants. CFCs and halogens break into chlorine or bromine, which in turn destroy the ozone layer. One chlorine molecule has the capability to destroy thousands of ozone molecules. Credible scientific studies have substantiated that the main cause of ozone depletion is human activities, pollutions, and manufactured chemicals. Over
Overexposure of UV light causes skin cancer, cataracts, and weakening of immune system. Many crop species are vulnerable to the strong UV light, and overexposure may lead to minimal growth, photosynthesis, and flowering. Some of the crop species vulnerable to the UV light includes barley, wheat, corn, oats, rice, broccoli, tomatoes, cauliflower, etc. Forests equally bear the burden of ozone depletion. In domesticated animals, too much UV rays could also lead to skin and eye cancer. If ozone layer is depleted, many animals die because of the strong UV light. Desist from using pesticides. Discourage driving of private vehicles. Utilize environmentally friendly cleaning products. Prohibit the use of harmful nitrous oxide. Buy eco-friendly products. Buy air conditioners and refrigerant equipments that do not use CFCs. Various conferences and programs are also held all over the world to protect the ozone layer. September 16 is declared as the International Day for Preservation of Ozone by the Montreal Protocol. And ozone depletion in the northern hemisphere has healed. Due to the impact of worldwide coronavirus lockdowns, scientists say ozone layer is now back to normal again. The ozone holes are almost closed. നാം ജീവിക്കുന്ന ഈ ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പുതപ്പുണ്ട്. അത് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് ഓസോൺ പാളി. ഭൂമിയുടെ കൂടെയെന്നും ഇതിനെ വിളിക്കാറുണ്ട്. എന്താണ് ഓസോൺ? രണ്ടാറ്റങ്ങൾ ചേർന്നാണ് നാം ശ്വസിക്കുന്ന ഓക്സിജൻ ഉണ്ടാകുന്നത്. ഇതോടൊപ്പം ഒരാറ്റം കൂടി ചേർന്നുള്ള ട്രൈ ആറ്റോമിക് സ്ട്രക്ചറാണ് ഓസോണിനുള്ളത്, അതായത് O3. ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷ പാളിയുടെ രണ്ടാമത്തെ ലെയറായ സ്ട്രോട്ടോസ്ഫിയറിൽ ആണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ഭൂമിയിൽ നിന്ന് 15 മുതൽ 60 കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയെ പൊതിയുന്ന ഒരു രക്ഷാകവചമാണ് ഓസോൺ പാളി. 1913 ഫ്രഞ്ച് ശാസ്ത്രജ്ഞരായ ചാൾസ് ഫാബ്രിയും ഹെൻറി ബെസണുമാണ് ഓസോൺ പാളി കണ്ടുപിടിച്ചത്. സൂര്യൻ്റെ ചൂട് നമുക്ക് ആവശ്യമാണ്. എന്നാൽ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മിയും മറ്റ് ശക്തിയേറെ വികിരണങ്ങളും നമുക്ക് ആപത്താണ്. ഈ രശ്മികളെ തടഞ്ഞ് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നത് ഓസോൺ പാളിയാണ്. അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിലെത്തിയാൽ എന്താണ് പ്രശ്നം? സൂര്യാഘാതം, തിമിരം പോലെയുള്ള നേത്രരോഗങ്ങൾ ഉണ്ടാകുന്നു. അതുമാത്രമല്ല, രോഗപ്രതിരോധ ശേഷി കുറയുക, തൊലിപ്പുറത്തെ ക്യാൻസർ, ചർമ്മരോഗങ്ങൾ, DNA ക്രമക്കേടുകൾ എന്നിങ്ങനെ മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പ്രകാശ സംശ്ലേഷണത്തിലെ ഏറ്റക്കുറച്ചിൽ, വൃക്ഷങ്ങളിൽ ഇല ചെറുതാകൽ എന്നിവ വിളവിനെ കുറയ്ക്കുന്നു. ഇത് കൂടുതലായി നെല്ല്, ഗോതമ്പ് തുടങ്ങിയ ധാന്യവിളകളെയാണ് ബാധിക്കുന്നത്. മനുഷ്യൻ്റെ ചില പ്രവർത്തനങ്ങൾ മൂലം ഓസോൺ പാളിക്ക് നാശം സംഭവിച്ചിട്ടുണ്ട്. ഓസോൺ പാളി നശിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വസ്തുക്കളെ ODS എന്നാണ് മൊത്തത്തിൽ പറയുന്നത്. ക്ലോറോഫ്ലോറോ കാർബൺസ്, ഓർഗാനോ ഹാലോഗൻ, ക്രോമോഫ്ലോറോ കാർബൺസ്, മീഥെയ്ൻ, ക്ലോറോഫോം, കാർബൺ ടെട്രാ, ക്ലോറൈഡ്, നിട്രിക്സ് ഓക്സൈഡ്, അറ്റോമിക് ക്ലോറൈഡ്, ബ്ലാക്ക് കാർബൺ തുടങ്ങിയവയാണ് ആ വസ്തുക്കൾ. AC-യിലും ഫ്രിഡ്ജിലും തണുപ്പുണ്ടാക്കുന്ന ലായകവും CFCs തന്നെ. 1987 സെപ്റ്റംബർ 16 24 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചേർന്ന് ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളുടെ ഉത്പാദനവും ഉപയോഗവും നിയന്ത്രിക്കാനും ജീവജാലങ്ങളെ സംരക്ഷിക്കാനും വേണ്ടി ഉടമ്പടി വെച്ചു. ആ പ്രോട്ടോകോൾ ആണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്നറിയപ്പെടുന്നത്. 1994 സെപ്റ്റംബർ 16 മുതൽ ഐക്യരാഷ്ട്രസഭയാണ് ഓസോൺ ദിനം നിശ്ചയിച്ചത്. 2 വർഷമായി തുടരുന്ന കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ ഓസോൺ ദിനത്തിന് ഒരു സന്ദേശമുണ്ട്. മോൺട്രിയൽ പ്രോട്ടോകോൾ കീപ്പിംഗ് ആസ് അവർ ഫുഡ് ആൻഡ് വാക്സിൻ സ്കൂൾ. ഭൂമിയുടെ പുതപ്പിൽ തുള വീഴാതിരിക്കാൻ വായുമലിനീകരണം കുറച്ചുകൊണ്ടും പ്ലാസ്റ്റിക് കത്തിക്കാതെ ഫ്രിയോൺലെസ് ആയ AC-യും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളാൽ കഴിയുന്നത് ചെയ്യാം. ഭൂമിയുടെ പുതപ്പിനെ സംരക്ഷിക്കാൻ നമുക്കും പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം.
സെപ്റ്റംബർ 16 ഓസോൺ ദിനം. ഓസോൺ പാളി നമ്മുടെ ഭൂമിക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഭീമൻ കുട. ഒരു കുട മഴയിൽ നിന്നും വെയിലിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുന്ന പോലെ ഓസോൺ പാളി സൂര്യനിൽ നിന്നും വരുന്ന മാരകമായ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുന്നു. അതിനാൽ ഓസോൺ പാളിയെ ആലങ്കാരികമായി ഓസോൺ കുട എന്നും വിളിക്കുന്നു. ഓസോൺ പാളിയെക്കുറിച്ച് അറിയുന്നതിന് മുൻപ് എന്താണ് ഓസോൺ എന്നറിയണം. 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന ഇളം നീല നിറമുള്ള ഒരു വാതകമാണ് ഓസോൺ. ഒസീൻ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഓസോൺ എന്ന വാക്കുണ്ടായത്. ജർമ്മൻ ശാസ്ത്രജ്ഞനായ ക്രിസ്റ്റ്യൻ ഫ്രെഡറിക് ഷോൺബീനാണ് ഓസോൺ കണ്ടെത്തിയത്. അദ്ദേഹം തന്നെയാണ് ഓസോൺ എന്ന പേര് നൽകിയതും. 3 ഓക്സിജൻ ആറ്റങ്ങൾ അടങ്ങിയതിനാൽ ട്രൈ ഓക്സിജൻ എന്നും ഇതിന് പേരുണ്ട്. അന്തരീക്ഷ പാളിയായ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോണിന്റെ 90% സാന്നിധ്യവും കാണുന്നത്. സൂര്യനിൽ നിന്നും വരുന്ന അൾട്രാവയലറ്റ് രശ്മിയുടെ 99% ഓസോൺ പാളി ആഗിരണം ചെയ്യുന്നുണ്ട്. അത് മുഴുവനായി ഭൂമിയിലെത്തിയാൽ ജന്തുക്കളും സസ്യങ്ങളും ഭൂമിയിൽ കാണാനേ ഉണ്ടാവില്ല. ഓസോൺ കുറച്ചു മാത്രം ശോഷിച്ചാൽ ഭൂമിയിലെത്തുന്ന അൾട്രാ വയലറ്റ് രശ്മികളുടെ അളവ് കൂടും. ഇത് മനുഷ്യർക്ക് പലവിധ രോഗങ്ങളുണ്ടാക്കും. അകാലനര, തിമിരം, സൂര്യാഘാതം എന്നിങ്ങനെ. സസ്യങ്ങളുടെ ഹരിതകം ഇല്ലായ്മ ചെയ്യാൻ വരെ ഇവയ്ക്കാകും. എന്നുവച്ചാൽ ഓസോൺ പാളിയുടെ നാശം ആഗോള ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കും. ജീവിത സുഖത്തിനു വേണ്ടി മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ചില പ്രവർത്തനങ്ങൾ കാരണം നമുക്ക് കുട ചൂടുന്ന ഓസോൺ പാളി നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. എയർ കണ്ടീഷനുകളിലും റെഫ്രിജറേറ്ററുകളിലും ശീതീകരണത്തിനായി ഉപയോഗിക്കുന്ന CFC ലീക്ക് ചെയ്യുമ്പോൾ സ്ട്രാറ്റോസ്ഫിയറിലെത്തി വിഘടിച്ച് ഫ്ലൂറിൻ ഉണ്ടാകുന്നു. ഇത് ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കുന്നു. 1970 ശേഷം അന്തരീക്ഷത്തിൽ ഓസോണിന്റെ അളവ് ശരാശരി 4% കുറഞ്ഞിട്ടുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് അന്റാർട്ടിക്കയിൽ രൂപപ്പെട്ട വലിയ ഓസോൺ ശോഷണം ഓസോൺ ദ്വാരം എന്നറിയപ്പെടുന്നു. അതീവ ഗുരുതരമായ ഈ സ്ഥിതിവിശേഷം ഒഴിവാക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ഇതിന്റെ ഗൗരവം ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിൽ ലോകശാസ്ത്രജ്ഞർ വിജയിച്ചു കഴിഞ്ഞു. 1987 സെപ്റ്റംബർ 16 കാനഡയിലെ മോൺട്രിയലിൽ വെച്ച് ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന പദാർത്ഥങ്ങളുടെ ഉൽപാദനം കുറയ്ക്കുന്നതിനുള്ള ധാരണയിലെത്തി. ഇത് മോൺട്രിയൽ ഉടമ്പടി എന്ന് അറിയപ്പെടുന്നു. 1989 ജനുവരി 1 ഈ കരാർ നടപ്പിൽ വന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം 1989 മുതൽ സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിച്ചു വരുന്നു. മോൺട്രിയൽ ഉടമ്പടി അനുസരിച്ച് വികസിത രാജ്യങ്ങൾ CFCക്ക് പകരം താരതമ്യേന അപകടം കുറഞ്ഞ HCFC അഥവാ ഹൈഡ്രോക്ലോറോ ഫ്ലൂറോ കാർബൺ മാത്രമേ ഉപയോഗിക്കാവൂ. ഇതനുസരിച്ച് CFCകളുടെ ഉൽപാദനവും വിതരണവും വികസിത രാജ്യങ്ങൾ നിരോധിച്ചു കഴിഞ്ഞു. അന്റാർട്ടിക്കയിലെ വലിയ ഓസോൺ ദ്വാരം ഇപ്പോൾ അടഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. മോൺട്രിയൽ രേഖകളിലെ വ്യവസ്ഥകൾ ലോകരാജ്യങ്ങൾ നടപ്പിലാക്കിയാൽ 21ാം നൂറ്റാണ്ടിന് മധ്യത്തോടെ ഓസോൺ പാളിയുടെ പൂർവസ്ഥിതി പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു. ഭൂമിയുടെ രക്ഷാകവചമായ ഈ ഓസോൺ പാളി സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ആയിരത്തി 1913 ഫ്രഞ്ച് ശാസ്ത്രജ്ഞന്മാരായ ചാൾസ് ഫാബ്രയും ഹെൻറി ബിഷനും ചേർന്നാണ് ഭൂമിക്ക് ഓസോൺ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. ഭൂമിയിൽ ഏകദേശം 10 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭാഗമാണ് ട്രോപ്പോസ്ഫിയർ. ഇതിനു മുകളിൽ, അതായത് 10 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓസോണിന്റെ O3 അളവ് കൂടുതലുള്ള പാളിയാണ് ഓസോൺ പാളി. 300 ഡോപ്സൺ ആണ് സാധാരണ കണ്ടുവരുന്ന ഓസോൺ വാതകത്തിന്റെ അളവ് എന്ന് പറയുന്നത്. എന്നാൽ ഇതിനേക്കാൾ കുറവ് ചില സ്ഥലങ്ങളിൽ 220 ഡോപ്സണിൽ കുറവായിരിക്കും ഓസോൺ വാതകം.
220 ഡോപ്സണിൽ താഴെ ഓസോണിന്റെ അളവുള്ള ഭാഗത്താണ് ഓസോൺ ഹോൾ ഉള്ളതായി പറയുന്നത്. സ്ഥിരത കുറഞ്ഞ ഒരു വാതകമാണ് ഓസോൺ എന്ന് പറയുന്നത്. എന്നാൽ മറ്റു പല വാതകങ്ങൾക്കും ഓസോൺ എന്ന് പറയുന്ന വാതകത്തെ നശിപ്പിച്ചു കളയാൻ സാധിക്കും. നൈട്രജന്റെ ചില ഓക്സൈഡുകൾ, ക്ലോറോ ഫ്ലൂറോ കാർബൺ വഴിയുണ്ടാകുന്ന ബ്രോമിൻ, ക്ലോറിൻ എന്നിവയ്ക്കും ഓസോണിനെ നശിപ്പിച്ചു കളയാൻ സാധിക്കും. സ്ട്രാറ്റോസ്ഫിയറിൽ വെച്ച് ഈ വാതകങ്ങൾ ഓസോണുമായി കോണ്ടാക്ട് വരുമ്പോൾ ഓസോൺ വാതകം നശിപ്പിക്കുന്നു. സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മികൾ 93 തൊട്ട് 99% ഭാഗവും ഈ പാളി ആഗിരണം ചെയ്യുന്നുണ്ട്. ഭൂമിയിലുള്ള ജീവികൾക്ക് ഹാനികരമാകുന്നവയാണ് അൾട്രാവയലറ്റ് രശ്മികൾ. ഓസോൺ വലയം ശോഷിച്ച് അതിൽ വിടവുകൾ ഉണ്ടാകുമ്പോൾ സൂര്യരശ്മിയിലെ അൾട്രാവയലറ്റ് രശ്മികൾ വലിയ തോതിൽ ഭൂമിയിൽ പതിക്കുന്നു. ഇത് ജന്മന ഉള്ള രോഗങ്ങൾക്കും വൈകല്യങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും സമുദ്രാന്തർഭാഗത്തെ ജീവികളുടെ നാശത്തിനും കാരണമാകും. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന രാസപദാർത്ഥം തന്നെയാകുന്നു ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഫ്രിഡ്ജ്, ശീതീകരണ ഉപകരണങ്ങൾ, എയർ കണ്ടീഷണറുകൾ ഇവയുടെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന വസ്തുവാണിത്. എല്ലാവർക്കും നമസ്കാരം. 18-ാം നൂറ്റാണ്ടിലെ സ്വിറ്റ്സർലാൻഡിലെ ഒരു ശാസ്ത്രജ്ഞനായ ക്രിസ്റ്റ്യൻ ഫെഡറിക്കാണ് ഓസോൺ വാതകത്തിനെ ആദ്യമായി തിരിച്ചറിയുന്നത്. 1913 ഫ്രഞ്ച് ശാസ്ത്രജ്ഞന്മാരായ ചാൾസ് ഫാബ്രിയും ഹെൻറി ബിഷനും ചേർന്നാണ് ഭൂമിക്ക് ഓസോൺ എന്ന് പറയുന്ന ലെയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഡോക്സൺ ആയിരുന്നു അതിൻ്റെ പ്രത്യേകതകളും സ്വഭാവവുമൊക്കെ വിശദീകരിച്ചത്. ഓസോൺ പാളിയുടെ കനം അളക്കാനുള്ള നിരീക്ഷണ കേന്ദ്രങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്തു. 3 മില്ലിമീറ്റർ 300 ഡോക്സൺ മാത്രമാണ് ഓസോൺ പാളിയുടെ ഭൂമിയിലെ കനം എന്ന് പറയുന്നത്. ഓസോൺ വാതകം ഭൂമിയിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന ഒരു വാതകമാണ്. ഭൂമിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭാഗമാണ് ട്രോപ്പോസ്ഫിയർ. ഇതിനു മുകളിൽ 10 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ. ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. 1865 ഓസോൺ 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന ഒരു തന്മാത്രയാണെന്ന് കണ്ടുപിടിച്ചു. സൂര്യനിൽ നിന്നുമാണ് ഏറ്റവും അധികം ഊർജം നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ സൂര്യനിൽ നിന്നെത്തുന്ന രശ്മികളാണ് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നത് എങ്കിലും ചില രശ്മികൾ ജീവന് ഭീഷണിയാണ്. പ്രധാനപ്പെട്ടതാണ് അൾട്രാവയലറ്റ് രശ്മികൾ. ഇത് മനുഷ്യരിൽ അന്ധതയും അർബുദവും ഉണ്ടാക്കുന്നത് കൂടാതെ സസ്യങ്ങൾക്കും വിളകൾക്കും സൂക്ഷ്മജീവികൾക്കും ഭീഷണിയാണ്. അതിനാൽ ഈ രശ്മികൾ നേരിട്ട് ഭൂമിയിലെത്താതെ ഇവിടെ ജീവന്റെ സന്തുലനം നിലനിർത്താൻ അത്യാവശ്യമാണ്. ഈ രശ്മികൾ ഭൂമിയിലെത്താതെ തടഞ്ഞു നിർത്തുന്നത് ഭൗമാന്തരീക്ഷത്തിന്റെ മേൽത്തട്ടിലുള്ള ഓസോൺ പാളിയാണ്. ഓസോൺ ലെയറിന് മനുഷ്യരുടെ പ്രവർത്തന ഫലമായി വിള്ളലുകൾ സംഭവിക്കാറുണ്ട്. ഓസോൺ ഹോൾ. ഓസോൺ ഹോൾ എന്ന് പറഞ്ഞാൽ 300 ഡോക്സൺ ആണ് സാധാരണ കണ്ടുവരുന്ന ഓസോൺ വാതകത്തിന്റെ അളവ്. എന്നാൽ ഇതിനേക്കാൾ കുറവ് ചില സ്ഥലങ്ങളിൽ 220 ഡോക്സണിൽ കുറവായിരിക്കും ഓസോൺ വാതകം. 220 ഡോക്സണിൽ താഴെ ഓസോണിന്റെ അളവുള്ള ഭാഗത്താണ് ഓസോൺ ഹോൾ ഉള്ളതായി പറയുന്നത്. സ്ഥിരത കുറഞ്ഞ ഒരു വാതകമാണ് ഓസോൺ വാതകം. അതായത് മറ്റു പല വാതകങ്ങൾക്കും ഓസോണിനെ നശിപ്പിച്ചു കളയാൻ സാധിക്കും. നൈട്രജന് ചില ഓക്സൈഡുകൾ, ക്ലോറോ ഫ്ലൂറോ കാർബൺ വഴിയുണ്ടാകുന്ന ബ്രോമിൻ, ക്ലോറിൻ എന്നിവയ്ക്കും ഓസോണിനെ നശിപ്പിച്ചു കളയാൻ സാധിക്കും. ഒരു ക്ലോറിൻ ആറ്റത്തിന് തന്നെ 1,00,000-ലധികം ഓസോൺ മോളിക്യൂൾസിനെ നശിപ്പിച്ചു കളയാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ഓസോൺ പാളിയിൽ വിള്ളൽ വീഴ്ത്താൻ കാരണമായത് ക്ലോറോ ഫ്ലൂറോ കാർബൺ വാതകമാണ്. എയർ കണ്ടീഷണറുകളിലും റെഫ്രിജറേറ്ററിലും കൂടുതലായി ഉപയോഗിക്കുന്ന വാതകമാണ് ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഓസോൺ ലെയർ കേടുവരുത്തുന്ന ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കുറച്ചാൽ മാത്രമേ ഓസോൺ ലെയറിനെ പൂർണ്ണമായി സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനുവേണ്ടി 1985 വിയന്ന കൺവെൻഷനും 1987 സെപ്റ്റംബർ 16 മോൺട്രിയൽ ഉടമ്പടിയും ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ചു. ഓസോൺ ലെയർ നശിപ്പിക്കുന്ന വാതകങ്ങളുടെ ഉൽപ്പാദനം കുറയ്ക്കുക ആയിരുന്നു ഉടമ്പടിയുടെ പ്രധാന ലക്ഷ്യം. ലോകരാജ്യങ്ങൾ മോൺട്രിയൽ ഉടമ്പടി ഒപ്പുവെച്ച സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത്.
പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ മാതൃകയായി വയ്ക്കാവുന്ന ദിവസങ്ങളിൽ ഒന്നുകൂടിയാണ് ഓസോൺ ദിനം. വരാൻ പോകുന്ന നിരവധി തലമുറകൾക്ക് വേണ്ടി ഓസോൺ പാളിയെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ കടമയാണ്. ഇത് തടയാൻ നമ്മൾ ചെയ്യേണ്ടത് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക, ഒരു മരം വെട്ടുമ്പോൾ 2 മരങ്ങൾ നടാൻ ശ്രമിക്കുക. ഇതുവഴി ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥാ സുസ്ഥിരതയും ഉറപ്പാക്കുകയും ചെയ്യും. നമ്മുടെ നാടിനെയും ഈ ലോകത്തെയും രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇതിനുവേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കണം. എല്ലാവർക്കും നന്ദി. Hello everyone. I would like to share some knowledge about ozone, the blanket of light, which are called ozone layer. Do you know what is ozone layer? Ozone layer is a layer in the Earth's stratosphere at an altitude of about 10 kilometers containing a high concentration of ozone, which absorbs most of the ultraviolet radiation reaching the Earth from the Sun. Why is ozone layer important? Without the ozone layer in the atmosphere, life on Earth would be very difficult. With a weakening of the ozone layer shield, humans would be more susceptible to skin cancer, cataracts and impaired immune systems. How is ozone destroyed? Ozone depletion. When chlorine and bromine atoms come into contact with ozone in the stratosphere, they destroy ozone molecules. One chlorine atom can destroy over 100,000 ozone molecules. How can we protect ozone layer? Avoid the consumption of gases dangerous to the ozone layer due to their content or manufacturing process. Minimize the use of cars. Do not use cleaning products that are harmful to the environment and to us. This is the story of 3 heroes whose efforts helped ensure the world today is dramatically better than it may have otherwise been. The story is not an easy one to tell, involving many other players, from geophysicists and atmospheric chemists to environmental activists, politicians and bureaucrats. But it all started here, with a common household fridge, or rather, what fueled it. The earliest fridges were powered by dangerous toxic gases, but humans are nothing if not great innovators. And so, in 1928, the world welcomed chlorofluorocarbons. CFCs proved a flawless, non-toxic coolant system, and over the next 60 years, they found their way into everything. But little did we know that this super substance was doing more than cooling our food and fixing our hair. As CFCs moved skyward, interacting with ultraviolet radiation, chlorine gas would break free and set off a series of chemical reactions that destroy the atmospheric layer, protecting us from solar radiation, the ozone. Atmospheric chemists had been aware of the effect CFCs could have on the atmosphere since 1974, but had expected depletion to happen slowly across many decades. And the corporate incentive to not recognize the threat of CFCs was overwhelming. Then everything changed. Joe Farman and his team at the British Antarctic Survey measured a loss of ozone above Antarctica, and this loss was far greater than anyone had expected. They'd discovered an ozone hole larger in size than Antarctica. It was atmospheric chemist Susan Solomon that would determine the hole's cause. The sunlit clouds that form only in the coldest airs were speeding up destructive CFC reactions. With this new data, projections indicated the global ozone would collapse by 2050, leaving the planet fully exposed to damaging radiation that would quickly alter the DNA of all life on Earth. By 2070, we'd see ecological devastation and the collapse of agriculture. The revelation shocked the world into action. The international community came together to ban CFCs.
On the 16th of September 1987, the Montreal Protocol was signed. Governments were now faced with having to phase 100 different chemicals out of 240 industrial sectors. Stephen Anderson from the US Environmental Protection Agency, the so-called can-do man, made it happen, working tirelessly with industry to develop hundreds of cutting-edge CFC-free technologies. The treaty worked. Production of CFCs ground to a halt. Their concentration in the atmosphere began to drop, and the ozone hole is now closing. Indeed, the Montreal Protocol has been described as perhaps the single most successful international agreement to date, and without the contributions of Farman, Solomon, and Anderson, it may never have happened. That's why this year we celebrate them with the Future of Life Award, honoring individuals who have steered the course of history away from disaster without having received much public recognition at the time. The protocol is much needed proof that the world is capable of coming together to solve the climate crisis and, more generally, tackle global catastrophic threats. In a time of widespread pessimism about humanity's prospects, this should give us cause for optimism. "15 to 35 kilometers above Earth's surface, a gas called ozone surrounds the planet. The ozone layer acts as a barrier between Earth and ultraviolet radiation from the sun. However, pollution has caused the ozone layer to thin, exposing life on Earth to dangerous radiation." Earth's atmosphere is made up of 6 layers. The second layer, called the stratosphere, contains the ozone layer. The ozone layer is made up of a highly reactive molecule called ozone, which contains 3 oxygen atoms. Ozone is a trace gas in the atmosphere. There are only about 3 molecules for every 10 million molecules of air. But it does a very important job. The ozone layer acts as Earth's sunscreen. In the stratosphere, UV rays acts as chlorofluorocarbons or CFCs and release chlorine atoms. These chlorine atoms degrade the ozone layer, but chlorine atoms are not consumed in the reaction. Ozone depletion is particularly marked over the Antarctic region, which has resulted in the formation of a large area of a thinned ozone layer, commonly known as the ozone hole. CFC in the product. Instead of turning on the AC, open the window and see the world outside. Does it looks good? No, right? So, let's make this change.